ശ്രീനേട്ടൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ലെസൺ എന്ന് അറിയാം, നമുക്ക് നമ്മുടെ സ്വന്തം സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരിങ്ങനെ കണ്ടിരിക്കും. അത് വലിയൊരു സത്യം. അപ്പൊ ഞാൻ അതാണ് എന്റെ സിനിമയിലത്തെ കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസ്. അത് തീവ്രത്തിന് ശേഷം സിനിമയിൽ കാരണം വെച്ചാൽ സത്യമാണ്. ഞാൻ അതാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തീവ്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ബിക്കോസ് ഓഫ് മൈ റൈറ്റിംഗ് വാസ് ബാഡ്, അത് എനിക്ക് അവസാനം മനസ്സിലായുള്ളൂ. ഐ കാൺ ഡു എനിത്തിങ്, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ശ്രീനേട്ടൻ അതിന് ശേഷം ഇത് പറഞ്ഞേ, ഈ എന്താ പറയുക, നമുക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ കണ്ടിരിക്കും, വലിയ കാര്യം. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത്. ഇപ്പം അടുത്ത് ചെയ്ത സിനിമയും ഞാൻ ആ സാധനം തലയിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയതും ഷൂട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ എനിക്കറിയാം, ഇഫ് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം സീൻ ഇസ് ബാഡ്, ഐ സെ ടേക്ക് ഇറ്റ് ഓഫ് എന്ന് പറയും. കാരണം വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, ടേക്ക് ഇറ്റ് ഓഫ്. കാരണം നമുക്ക് സഹിച്ചിരിക്കാൻ വലിയ നാട്ടിൽ ഇങ്ങനെ സഹിക്കുന്ന തിയറി എൻ്റെ തല്ല എപ്പോഴും ഉണ്ട്. അപ്പം അത് പക്ഷേ എനിക്ക് ശ്രീനേട്ടൻ ഐ പ്രേ ഫോർ മൈ എവരി ഡേ. മൂപ്പര് തിരിച്ച് ഫുൾ സ്വിങ്ങിൽ വരണം എന്നാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം. കാരണം ഈസ് റിക്കവറിങ്. പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനേട്ടൻ എന്താ പറയാ, ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹീസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ബട്ട് ഐ ഗെസ് ഹീസ് ലക്കി ബിക്കോസ് യുവർ പ്രേയർ ഉണ്ടല്ലോ, എത്രയോ ആൾക്കാരുടെ പ്രേയർ ഉണ്ട്. എല്ലാവരും ഉണ്ട്. സത്യനന്ദിക്കാട് സാർ ഇപ്പോഴും ഇടയ്ക്കിടെ പോയി കാണാറുണ്ട് അങ്ങനെയായിട്ട്. ഞാൻ ഐ സ്റ്റേ ഉണ്ട് ഇങ്ങനത്തെ കേസ് ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ കണ്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ അത് എനിക്ക് പറ്റില്ല. ഞാൻ ഐ ബ്രേക്ക് ഡൗൺ. അയ്യോ ഞാൻ എപ്പോഴും ധ്യാനോട് പറയാറുണ്ട്, പറ്റില്ല എന്ന് പറയും, എനിക്ക് പറ്റില്ല എന്ന് പറയും. എടാ ഞാൻ വേറെ ഒന്നുമല്ല, എനിക്ക് സത്യം ഭയങ്കര കണക്ഷൻ അല്ലേ. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമ ചെയ്യാൻ വരുമ്പോഴും ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റിംഗിലാവട്ടെ ഡിറക്ഷനിലാവട്ടെ അപ്പൊ തന്നെ ആള് ഈ ഒരു അഡ്വൈസ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. വെരി നൈസ് മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഹീസ് റിക്കവറിങ്, സോ ഐ എം വെരി ഹാപ്പി അബൌട്ട്. ഞാനെപ്പോഴും വിനീതിനോട് ചോദിക്കാറുണ്ട്, ധ്യാനോട് ചോദിക്കാറുണ്ട്, ഹൗ ഇസ് ഹി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഹീസ് ഫൈൻ, ഹീസ് റിക്കവറിങ്. Definitely he'll be very fine very soon. Let's see. Okay. അതൊന്നുമില്ല, വേറെ ചോദിച്ചു. Okay. ആക്ടർ ആൻഡ് ഡയറക്ടർ ഈ രണ്ട് റോൾ ലൈക് ഡെഫിനറ്റ്ലി സിനിമ ഡിപ്പാർട്ട്മെന്റിലാണ്. രൂപേഷ് ആസ് എ പേഴ്സൺ ഏത് പൊസിഷനാണ് എൻജോയ് ചെയ്യുന്നത് വൈൽ വർക്കിംഗ്? ആസ് എ ഡയറക്ടർ ആണോ ആക്ടർ ആയിട്ടാണോ? അത് ആക്ടർ മാത്രമായിട്ട് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട്. കാരണം നമ്മളെന്താ കേസ്, നമ്മൾ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നമ്മൾ അപ്പുറത്ത് പോയിട്ട് കസേരയിൽ ഇരിക്കുക, പിന്നെ അവരടുത്ത സാധനം സെറ്റ് ചെയ്യുന്നവരെ നമ്മൾ വെറുതെ ഇരുന്നേ പറ്റും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബോറടിയാണ്. പക്ഷേ മറിച്ച് എന്താ പറയുക, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾവേസ് ഓൺ മൈ ടൂസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സീൻ കമ്പോസ് ചെയ്യുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഉടനെ അടുത്ത സീൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാവിലെ തുടങ്ങുന്നത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. പാക്കപ്പ് വരെ ഇങ്ങനെ ഒരു ബഹളമായിരിക്കും, ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം മറ്റേത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് എൻജോയ് ആക്ടിങ് ആണ്. പക്ഷെ അഗെയിൻ ദ പ്രോബ്ലം ഇസ് ലൈക്ക് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ട്രസ്റ്റ്ലെസ് ആയി പോകും ചിലപ്പോൾ. സോ ഐ മീൻ രണ്ടും നല്ലതാണ്. അഗെയിൻ ഇപ്പോൾ ചാലഞ്ചിങ് ക്യാരക്ടർ തരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ലോട്ട് ടു പ്രിപ്പയർ ആൻഡ് ദെൻ ആക്ട് ആൻഡ് ഓൾ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡയറക്ഷൻ ഐ പ്രിഫർ എവറിത്തിങ്. ദ ഹോൾ പോയിന്റ് ഇസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഡയറക്ഷനും അല്ല ഒന്നുമല്ല പ്രൊഡക്ഷൻ നോക്കാൻ പറഞ്ഞാൽ ഐ ഹാപ്പിലി ഡു ദാറ്റ് ഓൾസോ. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ബി ഇൻ എ മൂവീസ്, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്കഷൻ പ്ലാനിങ് സോ ഐ മീൻ ഇപ്പോൾ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് എനിവേ. ഐ മീൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ചെയ്യും, ഡയറക്ഷനോ റൈറ്റിംഗ് ആണെങ്കിൽ ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും, അങ്ങനെ അതാണ്. സോ ഐ ജസ്റ്റ് വോണ്ട് ബി ഇൻ സിനിമ. ഓക്കെ, ഒരു ആക്ടറിന്റെ ഡയറക്ടർ ആയിട്ടുണ്ട്, ഒരു ഡയറക്ടറിന്റെ ആക്ടർ ആയിട്ടുണ്ട്. യു ഹാവ് ആ എക്സ്പീരിയൻസ്. അത് ഒരു ലക്കാണ് ആക്ച്വലി, നമുക്ക് എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ലക്കാണ്. പണ്ട് സ്പടികം സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യൻസ് ആവട്ടെ, ക്യാമറമാൻ ആവട്ടെ, എനിക്കത് വിന്റേജ് ടൈമില് അവർ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്, ചീത്ത പറയും നമ്മൾ തന്നെ. പക്ഷെ ഇപ്പൊ ചീത്ത പറയാൻ ചോദിച്ചാൽ ആ ഒരു ഫ്രീഡം ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ, ഇത് ജസ്റ്റ് ഈ പറഞ്ഞു കൊടുക്കും, പോർട്രേറ്റ് ചെയ്ത് കൊടുക്കും, അപ്പൊ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അന്നത്തെ ഇന്നത്തെ ഒരു ചേഞ്ച്, ലൈക്ക് ആ ഒരു സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്പടികം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പണിയെടുത്തില്ലെങ്കിൽ ആരെയും ചീത്ത കൊടുക്കും, അത് ഇപ്പോഴും പറയും, മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. അതായത് സ്പടികത്തില് ഫേമസ് സീൻ ഉണ്ട് എൻ്റെ അഭിനയിച്ച സീൻ, മറ്റേ എന്താ പറയാ, ചോര തൊടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ. അപ്പോൾ ആ പദ്യം പാടി ഞാൻ പേപ്പറും കത്തിച്ചിട്ട് എന്നിട്ട് അവസാനം എന്താ പറയുക വലിച്ചെറിയും ചൊല്ലി, എന്തിനാണ് ചോരടി എന്തിനടിയിൽ ചോപ്പുന്നതുകൊണ്ട് വരച്ചത് ആ ഡയലോഗ്. അത് വെരി ക്ലോസ് ടു 20 ടേക്സ് പോയി, 20 ടേക്ക് പോയി. ഒന്നെങ്കിൽ ഞാൻ പദ്യം തെറ്റിക്കും,
അല്ലെങ്കിൽ പദ്യം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സമയത്ത് പദ്യമെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു നിന്നു. എന്തിനാണ് ഇന്ത്യരടിയിൽ ചുവപ്പ് അത് പറയാൻ മറന്നു. പക്ഷെ ഇപ്പോഴത് ഓർമ്മയുണ്ടോ? പിന്നെ ഞാനൊന്നും കാണാണ്ട് പഠിച്ചില്ല. ഓർമ്മയുണ്ടല്ലേ? അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഇതൊരു മറക്കാത്തതിന്റെ കാര്യം വെച്ചാൽ അന്ന് ആദ്യം അപ്പൊ 21 പിന്നെ ആദ്യത്തെ 2-3 ടേക്ക് ഒക്കെ ആയപ്പോ എന്താ നീ കാണിക്കുന്നത് ചെയ്യുമ്പോഴേക്ക് ചെയ്യുന്ന പറഞ്ഞു. 5ാമത്തെ ടേക്ക് എന്ന് പറഞ്ഞാൽ പൂര തെറിപ്പാട്ടാണ്. കാരണം എല്ലാ യൂണിറ്റും ഇതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി ഇതായി. അപ്പോൾ പക്ഷെ ഐ ഡിഡ് ഇറ്റ്, വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ അതേ പറഞ്ഞാൽ പണിയെടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഭദ്രങ്ങൾ ഇപ്പോൾ പുതുതായിട്ടൊരു പടം ചെയ്യുകയാണെങ്കിൽ അതിൽ അഭിനയിക്കാൻ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അലമ്പാക്കിയാൽ മൂപ്പര് നല്ല ഇത് കൊടുക്കും, ഒരു സംശയം വേണ്ട. പക്ഷെ അത് ചീത്ത വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, മനസ്സിലായോ? അപ്പോൾ അവരുടെ പെർഫെക്ഷനും അവരുടെ ഡ്രൈവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഡ്രൈവിനനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ സ്ഫടികത്തിൽ എനിക്ക് കൈയടി കിട്ടിയ സീൻസും ഉണ്ട്, അഭിനയിച്ചിട്ട് സെറ്റിൽ കൈയടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് അപ്പം വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഹോൾ തിങ്, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ആർ വെരി സെൻസിറ്റീവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്നും ഈ പറയുന്ന പോലെ തന്നെ വലിയ പട്ടപട്ടാന്ന് അഭിനയിക്കുക, മനസ്സിലായോ? അവർക്ക് വലിയ ഡയറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സ്പെസിഫിക് ആയിട്ട് ചില സാധനങ്ങൾ മാത്രം ആയിരിക്കും എന്താ പറയുക ബന്ധനങ്ങൾ പോയിട്ട്, ഞാൻ അന്ധകാലത്താണ് പറയുന്നത്, ബന്ധനങ്ങൾ പോയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ എന്താ പറയുക ഉള്ള ആക്ടേഴ്സിൻ്റെ സാധനം ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ആക്ടിങ്, ദേ ടു ബിഹേവിങ് കൈൻഡ് ഓഫ് തിങ്. ഒരു അഭിനയം എന്ന് പറയുന്ന സാധനം കൂടുതൽ ബിഹേവ് ചെയ്തിട്ട് പോവുക എനിക്ക് ഇഷ്ടംപോലെ തോന്നാറ്. നമ്മൾ സിനിമ നോട്ടി നമുക്ക് കാണാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഞാൻ ഇന്ന ആക്ടർ എന്നല്ല പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് ഭയങ്കര മൊണോട്ടമസ് ആയിട്ട് പടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തോന്നും. കാരണം എന്താ കാര്യം വെച്ചാൽ ബിഹേവ് അതല്ല. പണ്ടത്തെ ആക്ടേഴ്സ് എല്ലാവരും, നമ്മുടെ ഏത് സൂപ്പർ സ്റ്റാർസ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഇവർ ക്യാരക്ടർ എന്തെന്ന് മനസ്സിലാക്കും. ആൻഡ് ദെൻ ദേ ട്രൈ ടു എന്താ പറയുക ഈ ഒരു പെർട്ടിക്കുലർ മാനറിസം എന്തെങ്കിലും അത് അവർ ഈ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ജീവിക്കും. അപ്പോൾ അത് അവർ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ ദാറ്റ്സ് ആക്ച്വലി ആക്ടിങ്. ഇവിടെ ആ ആക്ടിങ് പാർട്ട് പോയി. ഇപ്പോൾ മറ്റെന്താ പറയുക ബിഹേവ് മാത്രമേ ഉള്ളൂ. മിക്ക ആക്ടേഴ്സിന്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയാണല്ലോ മുമ്പത്തെ സിനിമയിലും ഒരേപോലെ എന്ന് പറയില്ലേ, അതേതാ കാര്യം. സോ ദേ നീഡ് ടു അഡാപ്റ്റ് റീഇംപ്രൂവ് ദംസെൽഫ്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ആ എഫേർട്ട് ആരും ഇടുന്നതായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫഹദ് ഫാസിൽ ഈസ് എൻ ഇൻക്രെഡിബിൾ ആക്ടർ. ഇപ്പോൾ ഫഹദ് ഞാൻ ഇന്നാൾ ഏതൊരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ അതേ സത്യനന്ദിക്കാട് സാറിൻ്റെ മുമ്പ് ചെയ്ത ഇന്ത്യൻ പ്രണയകഥ, ഈ 2 സിനിമയിലും ഇദ്ദേഹം ഓടുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് ഓടുന്നത് രണ്ട് രീതിയിലാണ്. ഇത് ഒരേ ആക്ടറാണ്, ഹി ഈസ് പുട്ടിങ് ഇൻ എ വെരി ഡിഫറെൻറ്റ് എഫേർട്ട് ആൻഡ് കാണുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ഭയങ്കര വിസിബിളാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു എത്ര ഫഹദ് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി ഡൗട്ട്ഫുൾ ഉണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ഞാൻ പറഞ്ഞ ഫഹദ് ജനിച്ചപ്പോൾ എങ്ങനെയല്ല, ഐ നോ ഹിം ഫ്രം വെരി ലോങ് ടൈം. എനിക്ക് ചാപ്പാക്കുരിശ് ആ സമയം തൊട്ട് എനിക്ക് ടൂർണമെന്റ് തൊട്ട് എൻ്റെ എനിക്ക് ഫഹദിനെ പേഴ്സണലി അറിയാം. ഹി ഹാസ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. മൂപ്പര് കുറേ എഫേർട്ട് ഉണ്ട്, ഇപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഫഹദ് ഇടുന്ന എഫേർട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ സീംലെസ് എന്ന കാര്യം എന്ന് വെച്ചാൽ ദാറ്റ്സ് ബിക്കോസ് ഈസ് എ ഡാം ഗുഡ് ആക്ടർ ആൻഡ് ഹി ഈസ് ട്രൈങ് ടു പുഷ് ഹിംസെൽഫ് ഓൺ എവറി ക്യാരക്ടർ ഫ്രം എവറി ടൈം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് എത്ര പേരോട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഐ റിയലി വിഷ് എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ അവർ പുഷ് ചെയ്യണമല്ലേ, ചെയ്തേ പറ്റും. ഞാനൊരു ഫിലിം മേക്കർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നല്ല, നമ്മൾ ഓഡിയൻസിനും ഭയങ്കര രസമായിരിക്കും അവരുടെ പടങ്ങൾ കാണാൻ വേണ്ടി എക്സെട്ര എക്സെട്ര. രൂപേഷ് ആക്ച്വലി ടീ പേഴ്സൺ ആണോ കോഫി പേഴ്സൺ ആണോ? കോഫി, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ചില ആൾക്കാരുണ്ട് എനിക്ക് കാപ്പി കുടിക്കണം, അങ്ങനത്തെ ഒരാളാണ്. ഇല്ല അങ്ങനെയല്ല, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 3 ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അടിക്കും. വിത്തൗട്ട് ഷുഗർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ഒരു മോർണിംഗ് 10:30, 11 ഒക്കെ ആകുമ്പോൾ ഐ മൈറ്റ് ഹാവ് 1 more ഷോട്ട്. പിന്നെ ഈവനിങ് എന്താ പറയാ ഒരു 3:30, 4:30 ഒക്കെ ആകുമ്പോൾ അഗെയിൻ ഐ മേ ഹാവ് മേ ബി 2 cups ഓഫ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. വിത്തൗട്ട് ഷുഗർ അല്ല. പക്ഷെ 6 മണിക്ക് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. എന്താ കാര്യം ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. പിന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ കെഫീൻ ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പോകും. അപ്പൊ ഞാൻ അത് അന്ന് ഹാർഡ് കോർ കോഫി ലവർ, പണ്ട് ടീ ലവർ ആയിരുന്നു, നേരത്തെ കോഫി ലവർ ആയിരുന്നു. ഇനി എനിക്ക് എന്ത് കാര്യം ഓൺ എ ലോങ് റൺ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഐ എം ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. അപ്പൊ എനിക്ക്
പാല്, ഡയറി പ്രൊഡക്ട്സ്, ഗീ ഒന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഭയങ്കര ബ്ലോട്ടിങ്ങും മറ്റേ സിസ്റ്റം മൊത്തം തകിടം പറയുമെന്ന് പറയില്ല അവസ്ഥ. അതുകൊണ്ട് ഞാനത് പിന്നീട് റിയലൈസ് ചെയ്തത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബ്ലാക്ക് ടീനെക്കാട്ടും കൂടുതൽ പിന്നെ ഇഷ്ടം തുടങ്ങിയത് ബ്ലാക്ക് കോഫിയിലോട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ എനിക്ക് വെച്ചിട്ട് സിൻസ് 10 കൊല്ലമായിട്ട് ബ്ലാക്ക് കോഫി. ചായ കുടിക്കില്ലെന്നല്ലേ പറഞ്ഞത്, വല്ലപ്പോഴും. ആസ്മി വിഷ് ഐ പ്രിഫർ ദ മോസ്റ്റ് coffee, black coffee. any time of the day. So as a director you started 2012 തീവ്രം സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഞാനിവിടെ ചെന്ന ആൾക്കാർ പറയുന്ന എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ചാനൽസിലൊക്കെ വരുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ആ ഒരു എനിക്കൊന്ന് ഇപ്പോഴാണ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഓക്കെ സൈക്കോ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ബേസിൽ. സോ ആ ഒരു ടൈമിൽ രൂപേഷിന്റെ മൈൻഡിൽ എങ്ങനെ ഒരു ഐഡിയ വന്നു, അതും ഡെബ്യൂട്ട് ആയിട്ട്? അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. സോ ആ സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വർക്കിംഗ് അവിടെ ആൽബിന്നൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് എ കോൾ സെൻ്റർ എംപ്ലോയി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായൊരു സംഭവം. അപ്പം അന്ന് ഇപ്പോഴും ബാംഗ്ലൂർ ഭയങ്കര ആയിട്ട് പോകുന്നൊരു കാര്യമാണ്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ്സ്, എന്താ പറയുക ഗ്രേവി ആർ ഷിഫ്റ്റ്, രാത്രി 12 മണിക്കായിരിക്കും ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് ഗോസ് ഓൺ ടിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 o'clock. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടീനെ ക്യാബ് ഡ്രൈവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. ആൻഡ് ഷീ ഗെറ്റ്സ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് മർഡേർഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് അവിടെ നടന്നൊരു സംഭവം. സോ അപ്പോൾ ഇതിൻ്റെ ന്യൂസ് ആർട്ടിക്കിളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പേപ്പറിൽ വരാറുണ്ടായിരുന്നു. ഞാനത് കണ്ടുകൊണ്ടിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ട്. വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് ഇയാൾ ജയിലിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മേഴ്സി ബെയിൽ കിട്ടിയിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇയാളിപ്പോൾ ഇപ്പോഴും ബാംഗ്ലൂർ ഓട്ടോ ഓടിച്ചുകൊണ്ടത് ഇപ്പോഴും ഈ സ്റ്റിൽ ദെയർ. അതാ പറഞ്ഞത്. അതെന്താ കാര്യം വെച്ചിട്ട് മൂപ്പരുടെ ഭാര്യ ഹാൻഡിക്യാപ്ഡ്, വീട്ടിൽ ആരും ഇല്ല, അമ്മ വയസ്സായി, സോ ഇതൊക്കെ പറഞ്ഞിട്ട് മേഴ്സി ബെയിലിൻ്റെ ഇതിൽ ഇയാൾക്ക് ബെയിൽ കിട്ടി ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റാണ് തീവ്രം. സോ അതാണ് ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഞാൻ ആ സിനിമയിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ആൻഡ് വൈ ബിക്കോസ് അത് ഇങ്ങനെ വേണം. ഇഫ് ജസ്റ്റിസ് ഇസ് നോട്ട് പ്രൊവൈഡ് പ്രോപ്പർലി ദെൻ യു വിൽ ടേക്ക് തിങ്സ് ഇൻ ഓൺ ഹാൻഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതാണ് സിനിമ. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർ സ്റ്റിൽ റിലവൻറ്റ്. ഇപ്പോഴും ഈ കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് ആരും കിട്ടുന്നില്ല, റേപ്പിസ്റ്റ് ഗെറ്റിംഗ് സ്കൗട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നു, അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ റിയാക്ഷൻ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും റിലവൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ആൾക്ക് ഡിസ്കസ് ചെയ്യുന്നു. സ്ക്രിപ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഡയറക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഡെഫിനറ്റ്ലി ഒരു പ്രിപ്പറേഷൻ നമ്മൾ നമ്മുടെ മൈൻഡിൽ വെക്കല്ലോ. സുൽഖർ മൈൻഡിൽ ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി ഞാൻ ആദ്യം ഇത് എഴുതി, ഞാൻ ചെറിയ ബഡ്ജറ്റ് ചെറിയ ആൾക്കാർ ചെയ്യാമെന്ന് ഞാൻ പോയി, പക്ഷെ നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ഷോർട്ട് ഫിലിമിലൊന്നും അങ്ങനെയല്ല, ചെറിയ ബഡ്ജറ്റ് ചെറിയ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ട് മീറ്റിംഗ് പീപ്പിൾ, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞില്ല, ഇല്ല യു ഷുഡ് മേക്ക് ദിസ് മൂവി ദ സ്റ്റാർ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആരെ വെച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അൻവർ റഷീദ് ഇസ് മൈ മെന്റോർ, ഇസ് മൈ ഗോഡ് ഫാദർ, ഇസ് എ ബ്രദർ, ഇസ് എ ഫാദർ, എല്ലാം. അപ്പോൾ അമ്പുക്ക ആ സമയത്ത് ഉസ്താദ് ഹോട്ടൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വേറൊരു ആക്ടറെ ചെയ്യാൻ വേണ്ടിയിരുന്നത്, പേര് പറയുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക, മൂപ്പര് സ്കൂട്ടായി എൻ്റെ പടത്തിൽ കോൺബോർഡ് വന്നു. എന്നിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് മൂട്ട് പടം വിട്ടു. അഡ്വാൻസ് ഭയങ്കര എഫക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ പടം ചെയ്യില്ല, ഐ ഗോ ബാക്ക് ടു ബാംഗ്ലൂർ, ഞാൻ പോവാ. ഐ വാസ് പാക്കിംഗ് മൈ ബാഗ് റെഡി ടു ഗോ. ആ സമയത്താണ് പെട്ടെന്ന് അമ്പുക വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം നീ വിളിക്കാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞു. എടാ ഒരാളങ്ങനെ പണം വേണ്ടെന്ന് വെച്ചാൽ നിന്റെ പണം അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല, യു ഷുഡ് കീപ് ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ ആര് ട്രൈ എന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഞാൻ ദുൽഖറിനോട് പറഞ്ഞിട്ടുണ്ട്, നീ പോയി കഥ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്പുക്ക വഴിയാണ് ഞാൻ ദുൽഖറിനെ പോയി കാണുന്നു. ദുൽഖറിനടുത്ത് സാധനം പറയുന്നു. ദുൽഖർ ഫസ്റ്റ് റൗണ്ടിലും കേട്ടപ്പോൾ കൈ വന്നു ചെയ്യാന്ന് പറഞ്ഞു. ഒറ്റ റൗണ്ടിൽ ഞാൻ ഒറ്റ മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ദ ഹോൾ സ്ക്രിപ്റ്റ്, ബൗണ്ട് സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ സിനിമ കാണുന്ന പോലെ നറേറ്റ് ചെയ്തത്. സോ ആ നറേഷനിൽ തന്നെ ദുൽഖറിന് മനസ്സിലായി എനിക്ക് പാടെടുത്ത് വെക്കാൻ അറിയാമെന്ന് മനസ്സിലായി. ആൻഡ് ഈസ് വെരി സപ്പോർട്ട്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ പിന്നെ എക്സ്പെരിമെൻ്റ് ആണല്ലോ, അത് ദുൽഖർ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ വി മേഡ് ഷുവർ ദാറ്റ് വി റാപ്പ് ദ ഹോൾ മൂവി വിത്ത് എ ബഡ്ജറ്റ് ഓഫ് 2 crores. അപ്പോൾ ആ പടം ഭയങ്കര പ്രോഫിറ്റാണ്. അതായത് പടം നഷ്ടം വന്നിട്ടില്ല. ഐ നോട്ട് സെയിങ് എ ഹ്യൂജ് സക്സസ്, ഭയങ്കര ഗ്രോസർ അങ്ങനെയൊന്നുമല്ല. ഒരു എനിക്ക് 20-30% പ്രോഫിറ്റ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോഴും മറ്റേ യൂട്യൂബ് റൂട്ട്സ് ഞാൻ ചെയ്തപ്പോഴും അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 crores ഉള്ളിൽ തീർത്തപ്പെടും.
അപ്പം അതും ഒരു 30-40% ഓഫ് പ്രോഫിറ്റിലാണ് പടം തീർന്നത്. അതെ അതെ. സോ ഞാൻ സംശയം അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഈ പ്ലാനിങ്ങും മാനേജ്മെൻറ്റും ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ലോസ് വന്നിട്ടില്ല. സോ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു മേക്കിംഗ് എ ബഡ്ജറ്റ് ഓഫ് 15 to 20 crores അത് ബ്രേക്ക് ഈവൻ ആയില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ ടോട്ടൽ ലോസ് ഓൾ ടുഗദർ. ചില സമയത്ത് നമുക്ക് റിസ്ക് എടുത്തേ പറ്റും. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ സബ്ജക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സർട്ടൺ ബഡ്ജറ്റ് ഒന്നും എനിക്കറിയാം ബ്രേക്ക് ഈവൻ ആവും, ടെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണ് തീവ്രത്തിന്റെ സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയാം. അന്ന ടൈമിൽ ദുൽഖറിനെ വർക്ക് ചെയ്ത് ഇന്നത്തെ ദുൽഖർ ഭയങ്കര ഡിഫറൻസ് ആണ്. ഹ്യൂജ് സ്റ്റാർഡം ലൈക്ക് ഹീസ് ഹോൾഡിംഗ്. പിന്നെ ഹൗ ഹാപ്പി ഒന്ന് വർക്ക് ചെയ്ത ഡെബ്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്ത ആക്ടറിന്റെ ഡയറക്ഷൻ വർക്ക് ചെയ്തു. ഇപ്പോ പാൻ ഇന്ത്യൻ ആയിട്ട് പോകുന്നു, പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ഒരുപാട് ക്രോഡ്സുകൾ സമ്പാദിക്കുന്നു. നല്ല ലൈക്ക് ഹീസ് എ കൈൻഡസ്റ്റ് ആൻഡ് സ്റ്റാർഡ് നല്ലപോലെ കീപ്പ് അപ്പ് ചെയ്യാൻ അറിയുന്ന ഒരു ആക്ടറാണ്. വെരി ട്രൂ. ഹൗ ഹാപ്പി ടു സീ ദുൽഖർ. ഞാൻ എക്സ്ട്രീംലി പ്രൗഡ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തുടങ്ങിയ സമയം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ദുൽഖറിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഉസ്താദോടുള്ള തേർഡ് മൂവിയാണ് തീവ്രം. ആ സമയത്ത് റിലേറ്റീവ്ലി ഈസ് എ ന്യൂ കമർ. മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ബട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അതായത് എന്താ പറയുക, രണ്ട് ഡിഫറെന്റ് ആക്ടേഴ്സാണ്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ ദുൽഖർ മെയ്ഡ് എവറിത്തിങ് ഓൺ ഹിസ് ഓൺ വേ. ആൻഡ് മൂപ്പരുടെ വേറൊരു ഐഡിയോളജിയിൽ സ്റ്റിക്ക് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആളാണ്. അത് ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ ഹൗ ക്യാൻ സമ്മൺ ലൈക്ക് ദുൽഖർ ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് നോബഡി ഈസ് ഗോണ പ്രൊഡ്യൂസ് ലോക. ഇപ്പൊ ലോക എന്ന സിനിമ ഇത്രയും ഫിനാൻഷ്യലി ബാക്ക് ചെയ്യാൻ അത് ദുൽഖറിന്റെ വിഷൻ അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പൊ ദുൽഖറിന്റെ വിഷൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ സേഫ് കളിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോക പോലെ സിനിമ നടക്കില്ല. പക്ഷേ എനിക്കറിയാം ഇപ്പൊ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ പൊതു അവസ്ഥയിൽ ഒരു സിനിമയുടെ ബിസിനസ് റിലീസിന് മുമ്പ് നടക്കുന്നില്ല. പ്രീ ബിസിനസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കൂട്ടി അതൊന്നും പോകുന്നില്ല. ആഫ്റ്റർ റിലീസാണ് ഇതെല്ലാം നടക്കാറ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലോക എന്നൊരു സിനിമയ്ക്ക് ഇത്രയും ഐ തിങ്ക് 30 crores ബഡ്ജറ്റിൽ പടം ചെയ്യുമ്പോൾ ഒരു പ്രീ ബിസിനസ്സിൽ ഒന്നുമില്ല. എല്ലാവരും പേടിക്കും, മടിക്കും. മൂപ്പര് പറഞ്ഞു ഐ എം കോൺഫിഡന്റ് ഓഫ് ദ മൂവി റിലീസ് എടുക്കുന്നവർ അങ്ങനെ ലോക ഇറങ്ങുന്നു, കാരണം ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു, ക്രോസ് 200-300 crores. അപ്പൊ സി ദാറ്റ്സ് എ വിഷണറി കൈൻഡ് ഓഫ് തിങ്. ഇപ്പൊ ഇവിടെ എത്ര പേർക്ക് ആ വിഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഉണ്ടാവുമായിരിക്കും, ആരും പുൾ ഡൗൺ ചെയ്യുന്നില്ല. പക്ഷെ ദുൽഖർ ഇസ് എ ഹ്യൂജ് വിഷണറി. ആ വിഷന്റെ കാര്യത്തിൽ നമ്മൾ നമിച്ചേ വരും. വെരി ഹാപ്പി, വെരി പ്രൗഡ് ടു സീ ഹിസ് സക്സസ്. കയറി പോകുന്നതാണ്. എന്താ കാര്യം എന്ന് പറയും, ദുൽഖർ നാട്ടിലുണ്ടാവാറില്ല. കാരണം മൂപ്പര് നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിനായിരിക്കും തിരിച്ച് വന്ന് അപ്പം തന്നെ തിരിച്ചു പോകുന്നത്. കാണില്ലേ, കാരണം മൂപ്പര് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ തമിഴിലും തെലുങ്കിലും വർക്ക്, ഹിന്ദിയിലൊക്കെ ഇപ്പോൾ ദുൽഖർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്ട്രീംലി ബിസി. സോ അതല്ല, ഞാൻ പിന്നെ അങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കാത്ത ഒരാളാണ്. കാണുമ്പോൾ കണക്ഷൻ വെക്കുന്ന ഒരാളാണോ? അങ്ങനെയല്ല. എന്താ കാര്യം എന്ന് പറയുമോ, സി വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദേ ആർ ബിസി. ഇപ്പൊ നമ്മൾ വെറുതെ വിളിച്ചിട്ട് ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ പറയുമ്പോൾ ഇങ്ങോട്ട് കോൾ വിളിക്കുന്നു. ഇല്ല, ഞാനത് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു സൂരജ്, ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, സോ നമ്മൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ സൂരജ് എല്ലാ ദിവസവും ചായ കുടിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ പക്ഷേ ഹായ് ഹവ എന്ന് ഞാൻ ഡൂയിങ് ഗുഡ് എന്ന് പറയും. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച പിന്നെയും ഹായ് ഹവ എന്ന് പറഞ്ഞാൽ എന്തിനാ പ്രശ്നം. ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പീപ്പിൾ മൈ തിങ്ക് ദാറ്റ് ഐ ആം ആൻ എക്സ്ട്രോവേർട്ട്. ബട്ട് ആക്ച്വലി ഞാൻ കാണുമ്പോൾ ഐ ആം ആൻ എക്സ്ട്രോവേർട്ട്, പക്ഷേ deep inside I'm an introvert. Is that the reason why you're not following anyone in Instagram? Zero following ആണ്. അത് എന്താ കാര്യം പറയാം, ഞാൻ സത്യം പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐ യൂസ് ടു ഫോളോ a lot of people. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് കംപ്ലൈൻറ്റ്സ്, വൈ ആർ യു നോട്ട് ഫോളോയിങ് മീ, വൈ ഡിഡ് യു. അപ്പം എനിക്ക് അറിയില്ല, ചില സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക്കലി അൺഫോളോ ആവും. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ്. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ചോദിച്ചു, അപ്പോൾ കംപ്ലൈൻറ്റ്സ് വരാൻ തുടങ്ങി. മനസ്സിലായോ? സിനിമയിലുള്ള ആൾക്കാർ തന്നെ വൈ ഡിഡ് യു, വൈ ആർ നോട്ട് ഫോളോയിങ് മീ, വൈ ഡിഡ് യു അൺഫോളോ മീ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, പ്രശ്നം ഇത് എല്ലാവരും പ്രശ്നം ഹാപ്പി. ആൻഡ് അഗെയിൻ ഞാൻ ഈ മൂവി പ്രൊമോഷൻ സാധനങ്ങളും അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ഇടയ്ക്ക് മറ്റേ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഔട്ട് ബേസ്റ്റ് ഒക്കെ പണ്ട് ചെയ്യാറ്, ഞാൻ നിർത്തി. പോയിന്റ്ലെസ്, ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ വല്ല മാറ്റം സംഭവിക്കുമോ? ഇല്ല. പിന്നെ വെറുതെ കുറെ ആൾക്കാർ അപ്സെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ കുറെ പോസ്റ്റ് ഇടുന്നത്. കുറെ പേര് പറയുന്നുണ്ട് ലൈക്ക് നമ്മുടെ ഈ വേൾഡ് മാറ്റണമെങ്കിൽ നമ്മൾ ഒരാളെ ചേഞ്ച് ആയാൽ മതി. അതെ, അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ പറയട്ടെ, നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും നല്ല കാര്യം. അപ്പോൾ ഞാനത് സാധാരണ പറഞ്ഞപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലേ ഐ എം നോട്ട് ഒബ്ലൈസ്ഡ് ടു എനി വൺ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ടേംസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഈ പറയുന്നത് പോലെ അപ്പോൾ എനിക്കൊരു ഓബ്ലിഗേഷനും ഇല്ല, ഒന്നുമില്ല. പിന്നെ മാത്രമല്ല ഈ പറയുന്നത് പോലെ എന്താ പറയുക, ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഇൻജസ്റ്റിസ് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു, ആൻഡ് ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഒന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല, ഐ ഡെഫിനറ്റ്ലി ഗോ ആൻഡ്. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പോകുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രീംലി പോയിന്റ്ലെസ്. അപ്പോൾ ദിസ് നോ പോയിന്റ് ഓൾസോ. ഇത് മാത്രമല്ല ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കിടന്നിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാര്യം പറയാം. അതായത് 2021 ഇലക്ഷൻ ഉണ്ടായത്. ഇലക്ഷൻ ഉണ്ടായി, ശൈലജ ടീച്ചറിനെ ഫേസ് വെച്ചുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ക്യാമ്പയിനിങ് നടത്തി. ശൈലജ ടീച്ചർ ജയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ശൈലജ ടീച്ചർ ലൈക്ക് എക്സെപ്ഷണൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. നമ്മൾ കൈയടിച്ചിട്ടുണ്ട്, മനസ്സിലായോ, കോവിഡിൻ്റെ സമയത്തും നല്ലത്. പിന്നെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുക, അല്ലേ? എന്നിട്ട് ശൈലജ ടീച്ചർ മിനിസ്റ്ററായി. ഞാൻ റിയാക്ട് ചെയ്തു. ഐ എം നോട്ട് സെയിങ് ദ കറണ്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇസ് ബാഡ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചത് അവരുടെ പാർട്ടിക്കാരനെയും. അയ്യോ, അത് വേറെ പാർട്ടിക്കാരൊന്നുമല്ല. എന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പറയാം ഈ അതിന്റെ അടിയിൽ വന്നിട്ട് എന്നെ ബ്രൂട്ടലായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, തെളിവിളിക്കാൻ എനിക്ക് വിഷയമില്ല. ബിക്കോസ് ഫേസ്ലെസ് പീപ്പിൾ ചെയ്യുന്നത് ഐ ഡോണ്ട് കെയർ. അതേ പറയാം, എനിക്കത് വിഷയമല്ല. പക്ഷെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ വേറെ പാർട്ടിക്കാരല്ല, ഈ സെയിം പാർട്ടിക്കാർ. ഇവരുടെ തന്നെ ഏതാണ് പാർട്ടി, ആ പാർട്ടിക്കാരാണ് ചീത്ത വിളിക്കുക. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി ഇറ്റ്സ് പോയിന്റ്ലെസ്. വാട്ട് ഇസ് എ പോയിന്റ്? അന്ന് മുതൽ പിന്നെ ഒന്നും റിയാക്ഷൻ അന്നില്ല, അതുണ്ട്. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആള് പോവാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. എനിക്ക് മനസ്സിലായി കാര്യമില്ല, ഒരു കാര്യമില്ല. അതേ പറഞ്ഞ എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുക, അത്രയേ ഉള്ളൂ. പണം ഇപ്പോൾ ആകെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഫിലിം പ്രൊമോഷനും കാര്യത്തിനായിട്ടാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇഫ് യു ആസ്ക് മീ ഐ വിൽ നോട്ട് സേ എ വേർഡ് ഓൺ പൊളിറ്റിക്സ്, നത്തിങ് ഓൺ എന്താ പറയുക സോഷ്യോ പൊളിറ്റിക് പരിപാടി ഞാൻ തൊടില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇറ്റ്സ് നോ പോയിന്റ്. സി ടുമോറോ ഇഫ് ഐ ഹാവ് ക്രേസി എമൗണ്ട് ഓഫ് മണി ഐ വിൽ സ്റ്റാർട്ട് എൻ ജി ഒ. എൻ്റെ ആഗ്രഹം ഒരു അപ്പം അങ്ങനെ സോഷ്യൽ റിഫോർമിറ്റി ഞാൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാണ്ട് മറ്റേ സോഷ്യൽ മീഡിയ പോയിട്ട് ബൂ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പണ്ട് മുതലേ ഉണ്ട്. ആൻഡ് ഐ ആം ടെല്ലിങ് യു, ഒരുമാതിരിപ്പെട്ട എല്ലാം കാശുള്ള സ്റ്റാർസും സെലിബ്രിറ്റീസ് എല്ലാവരും ദേ ഓൾ ഹാവ് ദെയർ എൻജിഒസ്. അത് പുറത്ത് ആരെയും അറിയാത്തതെന്ന് വെച്ചാൽ ഇത് പുറത്ത് അറിയിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റും അവരുടേതായ അതേ പറഞ്ഞു, നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്രയും കാശില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡ് ബേണിൽ വെച്ചിരിക്കുകയാണ്. അതൊരു ഭാവിയിൽ ഒരെണ്ണം വേണം. എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ അപ്പൊ അങ്ങനെ ഞാൻ കുറെ സോഷ്യൽ റിഫോംസ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് തിങ് അല്ലേ. തീവ്രം സിനിമയില് ആക്ട്രസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഷിക മാം. സോ പിന്നെ നമ്മൾ അറിയോ? അറിയത്തില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ അറിയാന്ന് ചോദിച്ചു. ഫ്രം ഡയറക്ടറിന്റെ വർക്ക് ചെയ്തവർക്ക് ഷികാന്ത് ആയിരുന്നു അറിയാം. സോ ഷികാന്ത് നമ്മൾ കണ്ടതേ ഇല്ല. അത് ഞാൻ ചോദിട്ടെ, ഹൗ വാസ് ദ സെലക്ഷൻ പ്രോസസ്? എങ്ങനെ ഷിക്കാൻ എടുക്കാം? അങ്ങനെയല്ല എന്റെ കേസ് പറയാം. അത് ഭയങ്കര ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല. ഇതെന്ത് സംഭവം എന്ന് അറിയാം. അതായത് തീവ്രം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 2 ആഴ്ച മാത്രമേ ഞങ്ങൾക്ക് സമയം കിട്ടുള്ളൂ പ്രീ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി. കാരണം എന്തൊക്കെ ഏഞ്ചിൽ ഇത് ദുൽഖർ ഇമ്മീഡിയറ്റ് എനിക്ക് ഡേറ്റ് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ദുൽഖർ കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഡ്രോപ്പ് ആയി പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റിൽ, ഇത് ജൂൺ അവസാനം അല്ല ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ദുൽഖറിനെ കാണുന്നത് കഥ പറയാൻ വേണ്ടി. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു പടം ഡ്രോപ്പായി. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു വെച്ചാൽ എനിക്കൊരു പടം ചെയ്ത് തന്നേ പറ്റും, അയാളാണ് ഒറ്റക്കാലം നിൽക്കുക. അപ്പം അപ്പോൾ എന്താ പറയുക, ജൂലൈയിൽ കാണുന്ന ഈ കഥ പറയുന്നത് എന്നോട് ആദ്യം ദുൽഖർ കേട്ടോ വെച്ചാൽ ഹൗ പ്ലേസ്ഡ് ആർ യു വിത്ത് ദ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഇസ് ബൗണ്ട് എന്ന് പറഞ്ഞു. ഐ യു റെഡി ടു ഷൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ ഐ എം റെഡി ടു ഷൂട്ട്. കെൻ യു ഷൂട്ട് ദ മന്ത് ഓഫ് ഓഗസ്റ്റ്? ഞാൻ കിട്ടിയ ചാൻസ് ഇല്ല, ഞാൻ എന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ചെറിയ ഷോർട്ട് സ്പാനിൽ നമ്മൾ പടം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ഡു ദ റൈറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഓഡിഷൻ ഒന്നും ഇല്ല.
ആ സമയത്ത് നമ്മൾ ഷൂട്ട് കടകടാന്ന് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പക്ഷേ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ അല്ലായിരുന്നെങ്കിൽ ഒക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഓഡിഷൻ ഒക്കെ വെച്ചിട്ടാണ് ആക്ടേഴ്സ് എടുക്കായിരുന്നത്? ഞാൻ എന്റെ ഓഡിഷൻ ഐ ഡു ഇൻ എ വെരി ഡിഫറെന്റ് വേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലം റെന്റ് ഔട്ട് ചെയ്യുക, ആൾക്കാരെ പിടിച്ചു വരുത്തുക, ഞാൻ ചെയ്യില്ല. ഞാൻ വാട്ട് ഐ ഡു ഇസ്, ഇഫ് യു വോണ്ട് ആക്ട് ടുമോറോ, യു വോണ്ട് സെൻഡ് യു ഓഡിഷൻ തിങ്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാജ്കുമാർ റാവിന്റെ ഒരു ആക്ടിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇഫ് യു ടൈപ്പ് ഇൻ യൂട്യൂബിൽ ഫൈൻഡ് ടു ദ, അയാൾ ഒരു ഡയലോഗ് പല ഇമോഷൻസിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ എല്ലാവർക്കും അയച്ചിട്ട് പറയും, നിങ്ങൾ ഇതേപോലെ ചെയ്ത് എനിക്ക് അയച്ചിടാൻ പറയും. എനി ഡയലോഗ് ഓഫ് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഇതിന് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞിട്ട് അത് ഈ പറയുന്ന ഇത്രയും ഇമോഷൻസിൽ ചെയ്തിട്ട് ഒന്ന് അയച്ചാൽ മതി. ദാറ്റ്സ് യുവർ ഓഡിഷൻ. ആൻഡ് ഇഫ് ഐ സീ ദാറ്റ് ഐ നോ താങ്കൾക്ക് അഭിനയിക്കാൻ, സൂരജന് അഭിനയിക്കാൻ അറിയാമെങ്കിൽ ഒറ്റ സാധനം കണ്ട് അറിയാൻ പറ്റും. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ സൂരജനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ആ ഒരു സർട്ടൻ ഇമോഷൻ കാണുമ്പോൾ എനിക്ക് പിടികിട്ടും. ദാറ്റ്സ് ഹൗ ഐ സെലക്ട് ആക്ടേഴ്സ്. അല്ലാണ്ട് വെറുതെ കുറെ ആൾക്കാരെ കൊണ്ട് നിർത്തുക, എന്തെങ്കിലും ചെയ്യൂ സിറ്റുവേഷൻ, ഞാൻ ചെയ്യില്ല. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. എന്താ കാര്യം എന്ന് അറിയോ, നമ്മൾ അതാ പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെ അല്ല ഒരാളെ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ അറിയാത്ത ആളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ എനിക്കറിയാം. സത്യം അതാ ഞാൻ പറഞ്ഞത്. അതാണ് എനിക്കറിയില്ല. എനിക്ക് ആക്ടർ നീഡ്സ് ടു നോ ഹൗ ടു ആക്ട് റൈറ്റ്. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് ഞാൻ എന്ത് വിസ്മയം കാണിക്കാനാ? ജ്യൂസ് ചെയ്ത് എന്ത് ജ്യൂസ് ചെയ്ത് അഭിനയിക്കാൻ അറിയണ്ടേ? അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ എത്ര പറയുള്ളൂ, നിങ്ങൾ ഈ സാധനം ചെയ്തു തന്നെ ഐ സീ ദിസ് എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും അത് അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പം ഞാനപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് പക്ഷെ മിക്കത് ചെയ്യുന്ന അറിയോ, റീസെന്റ് ആയിട്ടുള്ള സംഭവം 4-5 പേര് എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു, ഞാൻ ചെയ്തിട്ട് അയച്ചിടാന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനം നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വീഡിയോ അയച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ പൊടി പോലും കാണാനില്ല, അൺഎക്സ്പ്രേ ആയി. ഇല്ല, അഭിനയിക്കാൻ അറിയാം. ഇവരെ വിചാരം എന്ന് പറയോ, അവിടെ വരിക നിൽക്കുക, കുറച്ച് ലൈൻസ് പറയാ, സൂപ്പർ സ്റ്റാർ മണി. അതല്ല ഞാൻ പറയട്ടെ, യു നീഡ് ടു സീ ദ കൈൻഡ് ഓഫ് എഫേർട്ട് ദീസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ദുൽഖർ സൽമാൻ, ടോവിനോ, പൃഥ്വിരാജ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാവരും ദ കൈൻഡ് ഓഫ് എഫേർട്ട് ദേ പുട്ട് ഇൻ ടു ദിസ് ഹോൾ തിങ് ഫോർ എ ക്യാരക്ടർ ഇസ് ഹ്യൂജ്. അതുകൊണ്ടാണ് അവർ ഇത്രയും നാളായിട്ട് പിടിച്ചെന്നുകൊണ്ടിരിക്കുന്നത് ആസ് ആക്ടേഴ്സ്. അപ്പൊ പെട്ടെന്ന് പറയാൻ എനിക്ക് അങ്ങനെ പോലെ അങ്ങനെ അഭിനയിക്കണം എന്നല്ലേ. So that's my question. I don't know what happened to her career. പക്ഷെ ഈ ആ സിനിമ എനിക്ക് ശേഷം എനിക്ക് തോന്നിച്ചാൽ എന്റെ കേസ് പറഞ്ഞു, ലൈക്ക് ഐ സെഡ്, ഞാൻ ആരുടെടുത്തും ഫോളോ അപ്പും പരിപാടി ഞാൻ ചെയ്യാറില്ല. ഞാൻ കഴിഞ്ഞു, ഞാൻ പോയി. ഞാൻ പക്ഷെ ദുൽഖറിനെ കണ്ടിട്ടില്ല, അറിയാം. അല്ല കണ്ട് കുറെ വർഷം അവിടെ പിടിച്ച് കണ്ടു. ഇല്ല, ഞാൻ എന്തൊക്കെയുണ്ട് സുഖല്ല, എത്ര നാളെ കണ്ടിട്ട് 2 മൂവി അങ്ങനെ ഞാൻ ഐ ഹാവ് എ സ്ക്രിപ്റ്റ്, ഐ പിച്ച് ഇറ്റ്. മനസ്സിലായോ? Now it's become very impossible. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ തെലുങ്കും ഹിന്ദിയും ഒക്കെ ആയിട്ട് ഭീകര ലൈനപ്സും കാര്യങ്ങളും ഇല്ല ടൈം തന്നെ, അത് വേറെ കാര്യം. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഇപ്പൊ എന്ത് കേസുണ്ട്. എൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർസിന് വേണ്ടി പടം ചെയ്യാൻ എനിക്കറിയില്ല. എനിക്കല്ല, എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എൻ്റെ ഒരു വേൾഡ് ഉണ്ട്, ആ സിനിമ ആണ് ഞാൻ ചെയ്യുക. ആരെയാണ് നമുക്ക് നന്നായി കാസ്റ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ചെയ്യുള്ളൂ. ഐ ഡോണ്ട് നോ ഹൗ ടു പാക്കേജ് എ മൂവി ഫോർ എ സ്റ്റാർ ആൻഡ് കൈൻഡ് ഓഫ് തിങ്. സീ ഇഫ് യു നോട്ടീസ് വൺ തിങ്, ഇപ്പോൾ ഐ ഡോണ്ട് നോ യു സീൻ ദിസ് മൂവി യൂട്യൂബ് ബ്രൂട്ടസ്. അപ്പൊ അതില് മറ്റേ ടൊവിനോ, അന്ന് ടൊവിനോ ഇസ് നോട്ട് എ സ്റ്റാർ. മനസ്സിലായി? ഇപ്പൊ ടൊവിനോ കൊണ്ട് എനിക്ക് ആ റോള് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ടൊവിനോ ചെയ്യോ ഇല്ലെന്നല്ല വിഷയം, എനിക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഡയറക്ടറിന്റെ വിഷയം നോക്കുമ്പോൾ അങ്ങനത്തെ റോൾ അവനോട് എപ്പോഴും എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അന്നും എന്നോട് പല പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ടൊവിനോനെ മാറ്റിയിട്ട് ഒരു സ്റ്റാറിന് ഇടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സ്റ്റാർഡം, ഇറ്റ് ഇസ് അബൌട്ട്, ഞാൻ പറ്റേ സ്റ്റാർസിന് എല്ലായിടത്തും നോക്കണ്ട, ആ റോൾ ആർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞത് ടോവിനോക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയാം, ഹി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഹീസ് ഗോട്ട് എ ഹ്യൂജ് വെയിറ്റ് ഓൺ ഹിസ് ഹെഡ്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഇസ് സ്റ്റാർഡം. മനസ്സിലായോ? എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, മമ്മൂക്ക കാതൽ എന്നുള്ള സിനിമയിൽ ഹി ആക്ടേഴ്സ് ഒക്കെ അത് ചില ആൾക്കാരുടെ ചിന്താഗതി പറയാ, ആൻഡ് ദേ മൈ ബി ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. പക്ഷെ എനിക്കറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ജിയോ ബേബിയോട് ചോദിക്കണം, അത് ഞാൻ പറയട്ടെ, അത് മമ്മൂക്കായുടെ കമ്മിറ്റ്മെന്റും ഡെയറിങ് അറ്റംപ്റ്റ് ആണ് കാതൽ നമ്മൾ. ജിയോ ബേബിയുടെ ലക്കാന്ന് ഞാൻ പറയും. ജിയോ ബേബി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, പറഞ്ഞു നോക്കാം ചെയ്യണ ചെയ്യട്ടെ, ഇതൊക്കെയായിരിക്കും ജീവൻ എനിക്ക് അനുഭവം. അപ്പൊ ജിയോന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവ ആരെങ്കിലും ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ചെയ്തതുകൊണ്ട്
അയ്യോ സിനിമയ്ക്ക് നല്ലതാ, ഒരു ഭയങ്കര നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഫീലും ഉണ്ട്.